ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരൺ ഇങ്ങനെ കാത്തിട്ടിരിക്കുകയാണ്. കാരണം ഗംഗാപ്രസാദ് എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടെത്തണമല്ലോ, അതിനൊക്കെ വേണ്ടി തന്നെ. അപ്പോഴാണ് ദേ ബൈജുവും രതീഷും കൂടി ഓടി വരുന്നത്. അതെ ഹളിയാ, ഞങ്ങള് ഗംഗാപ്രസാദിനെ കണ്ടു. ഗംഗാപ്രസാദിനെ കണ്ടോ? എന്നിട്ട് അവനെ പിന്തുടർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഗംഗാപ്രസാദ് തന്നെയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതെ, അത് അവൻ തന്നെയാണ് കിരണളിയ. കാരണം എന്താണെന്നറിയാമോ, ഞങ്ങൾ അവൻ്റെ ബാക്ക് മാത്രമേ കണ്ടുള്ളൂ. ബാക്ക് കണ്ടപ്പോൾ തന്നെ അവനാണെന്ന് ഞങ്ങളവിടെ ഉറപ്പിച്ചു. ഞങ്ങൾ എന്നിട്ട് അവൻ്റെ പിന്നാലെ വിട്ടു. വിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവനെ ഭയങ്കര സ്പീഡിലാണ് വണ്ടി എടുത്തുകൊണ്ട് ഓടിപ്പോയത് എന്നിങ്ങനെ പറയുമ്പോൾ, അല്ല, ആ ബാക്ക് മാത്രം നിങ്ങൾ കണ്ടുള്ളോ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അവന് പോലീസ് മറ്റുള്ളവരൊക്കെ തിരയുകയാണെന്ന് അവന് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഇത്ര ധൈര്യത്തോടു കൂടി തന്നെ ബൈക്ക് എടുത്തിട്ട് അവൻ റോട്ടിൽ കൂടി ബൈക്ക് എടുത്തിട്ട് പോകുമോ? അങ്ങനെ ഒരു സംശയം എനിക്കുണ്ട്. അല്ല അളിയാ, എനിക്ക് ഉറപ്പാന്നേ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിന്തുടർന്നപ്പോൾ അവനെന്തിനാ വാണം വിട്ട പോലെ ഓടിപ്പോയത്? അപ്പോൾ അതിലെന്തൊക്കെയോ ഒരു സംശയമില്ല അളിയാ. ബൈജു, നീയും പറയുന്നത് അത് ശരി തന്നെയാണ്. നമ്മളെ കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ സ്പീഡിൽ പോയിട്ടുണ്ടാവാം. അത് തന്നെയാണ് ഞാനും സംസാരിച്ചത്. അത് അവൻ തന്നെയാണ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറ്, നമുക്കൊന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കാം. ചിലപ്പോൾ അവൻ അധികം ദൂരം പോയിട്ടുണ്ടാവില്ല. ശരി അളിയാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കാറിലേക്ക് കയറുക. അപ്പോൾ കിരണാണെങ്കിൽ വണ്ടി എടുത്തിട്ട് പാഞ്ഞു പോവുക. ഈ സമയം തന്നെ നമ്മുടെ കല്യാണ വീട് കാണിക്കുകയാണ്. അപ്പോൾ കാർത്തിയുടെ വീട്, അവിടെ മുത്തശ്ശിയും കാദംബരിയും അതേപോലെ തന്നെ അമ്മൂമ്മയും കൂടി ഇരുന്ന് ഇങ്ങനെ പാചകം ചെയ്യുക. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ, ഈ കടുക് വറുക്കുന്നത് പോലെ ആ ഗംഗാപ്രസാദിന് എൻ്റെ കൈ കിട്ടിയാൽ അവനെ ഞാൻ എണ്ണയിലിട്ട് അങ്ങോട്ട് വറുത്തെടുക്കും. അതേപോലുള്ള അരിശമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അതെ, അല്ലെങ്കിലും അവൻ എത്ര ദുരന്തമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അമലുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്യാണി വരികയാണ്. കല്യാണി വന്നിട്ട്, അല്ല, നിങ്ങളിവിടെ ഭയങ്കര തിരക്കിലാന്ന് തോന്നല്ലോ, അമലുവിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത്ര നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് അങ്ങോട്ട് പോയത്. അങ്ങോട്ട് പോയോ? എങ്കിൽ പിന്നെ ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് കല്യാണം നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാ. അപ്പോൾ നമ്മുടെ മുങ്ങാമുത്തശ്ശിയാണെങ്കിൽ, അതെ കാദംബരി, എനിക്ക് എന്തൊക്കെയോ ഒരു സംശയമുണ്ട്. അല്ല, ഈ അമലു ആ ഗംഗാപ്രസാദിന്റെ കൂടെ ഭയങ്കരേറെ അടുപ്പത്തിലായിരുന്നല്ലോ. ആ സമയത്ത് ആ കൊച്ചിന് അബദ്ധം പറ്റിയോ എന്നൊരു സംശയം. ഒന്ന് പോ മുത്തശ്ശി, അങ്ങനെയൊന്നുമില്ല. അല്ലെന്നേ, ആ കൊച്ചിനെ കനവും ഛർദിലും ഒക്കെയുണ്ട്. കല്യാണി മോളാ പറഞ്ഞത്. വരുന്ന വഴിയും ഛർദിച്ചു എന്നാ പറഞ്ഞത്. പിന്നെ അതിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കര വിളർച്ചയുണ്ട്, ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഭയങ്കര മൂഡ് ഓഫ് ആണെന്നേ ആ കൊച്ചിന്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് കാദംബരി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി, അതൊന്നും പറയണ്ട, കാരണം അതൊരു പാവം പെങ്കൊച്ചാണ്. പാവങ്ങളെ അല്ലേ പറ്റിക്കാനായിട്ട് എളുപ്പം. അതുകൊണ്ട് അവൻ ഈ പെൺകൊച്ചിനെ പറ്റിച്ചെങ്കിലോ? നമുക്കത് പറയാനും പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും വിചാരിക്കണ്ടായെന്നേ എന്നിങ്ങനെ സംസാരിക്കാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെയാണ്. അപ്പോൾ ഗംഗാപ്രസാദ് ഈ ഗുണ്ടകളോടൊക്കെ സംസാരിക്കുകയാണ്. എല്ലാവരും എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്, പക്ഷേ ഞാനങ്ങനെ പിടികൊടുക്കില്ലല്ലോ. എൻ്റെ കുറേ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നടന്നിട്ട് മാത്രമേ എന്നെ പിടിക്കാൻ പറ്റുള്ളൂ. അതുവരെ നടക്കില്ല. കല്യാണപ്പന്തലില് നമ്മുടെ ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ പറയാതിരിക്കോടാ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നേ. അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ചെയ്യണമല്ലോ. എന്നെ തകർത്തവരെയൊക്കെ എനിക്കും തകർക്കണം. പിന്നെ സ്റ്റെഫിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം. ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അവളെ പോലെ ഒരു ധൈര്യമുള്ള പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതേപോലെ ആയിരിക്കണം പെണ്ണുങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ വഞ്ചിക്കാനും സാധിക്കില്ല. പിന്നെ കാട്ടിപ്പോയപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി എനിക്ക്. അത് പിന്നെ എങ്ങനെയാണ് പറ്റാതിരിക്കുന്നത്? അവിടത്തെ ആ കാട്ടുപെണ്ണ് എൻ്റെ അടുത്ത് തന്നെ എപ്പോഴും പ്രേമമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാനൊന്ന് വീണുപോയി. അവൾക്കിട്ടൊരു പണിയും കൊടുത്തു. ഇപ്പോഴേ അവൾക്ക് ഞാനൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. വയറ്റിലൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെയുമായിട്ട് അവൾ നടക്കുന്നത്. അത് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് അത്ര വലിയൊരു ഇതൊന്നും അല്ല. അതുകൊണ്ട് എനിക്കത് വലിയ തെറ്റായിട്ട് തോന്നുന്നുമില്ല.
സ്റ്റെഫിയെ എങ്ങനെയും പുറത്തിറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഗുണ്ടകൾ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. പൊട്ടിച്ചിരിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഇരിക്കട്ടെ, ഇവിടെ എനിക്ക് ശരിക്കും സേഫ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അത് ഉറപ്പാണെന്നേ. ഇവിടെ ആരും വരാനായിട്ട് പോകുന്നില്ല, ഇവിടെ സേഫ് തന്നെയാണ്. എനിക്കത് മതി. ഇവിടെ ഇരുന്നു കൊണ്ട് വേണം പല കാര്യങ്ങൾ തീരുമാനിക്കാനും പ്രവർത്തിക്കാനും ചെയ്തു തീർക്കാനും ഒക്കെ എന്നൊക്കെ ഗംഗാപ്രസാദ് ഇങ്ങനെ പറയുക. പിന്നീട് നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ്. അപ്പം കല്യാണി നേരെ അമലുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമലു അവിടെ കിടന്ന് ഇങ്ങനെ ഓക്കാനിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി, അമലു എന്താ ഇത് അമലു? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അമലു, ദേ ഹോസ്പിറ്റലിൽ പോകാമെന്ന്. വന്നേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, ഹോസ്പിറ്റലിലേക്ക് പോകാം. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. ഡോക്ടറെ കാണാനായിട്ടല്ലേ പോകുന്നത്? വേലുവും പറഞ്ഞില്ലേ ഡോക്ടറെ കാണാൻ പോകാമെന്ന്. ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ബോഡിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന അർത്ഥം. അപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ എന്തെങ്കിലും ഒരു മരുന്ന് തരും, ആ മരുന്ന് കഴിച്ച ഉടനെ തന്നെ മാറും. കല്യാണ സമയത്തെ ഇങ്ങനെ നിനക്ക് തളർച്ചയും ക്ഷീണമൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല, ഡോക്ടറെ കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാ ഇപ്പം നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് പോകാമെന്ന് പറഞ്ഞത്. ദേ എത്രയും പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം. വേണ്ടെന്നേ, എനിക്ക് പേടിയാ ഡോക്ടറെ. നീ കാട്ടിൽ ജനിച്ച് വളർന്നതല്ലേ, അതുകൊണ്ട് ഡോക്ടർമാരെയൊക്കെ കാണുമ്പോൾ പേടി തോന്നും. അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. പിന്നെ അഥവാ ഹോസ്പിറ്റലിൽ ചെന്ന് നിന്നെ അഡ്മിറ്റ് ആക്കുവാണെങ്കിൽ വേലുവിനെ ഞാൻ പറഞ്ഞു വിടാം. വേലു വരുമല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇനിയിപ്പോൾ നീ എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ പോകും. ഇനി അഥവാ നീ കൂടെ വന്നില്ലെങ്കിൽ ഡോക്ടറെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. അപ്പം പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് വന്നേ, ഇനി ഇവിടെ നിൽക്കണ്ട. ദേ ഇവിടെ നിന്ന് ഇനി ശരിയാവില്ല എന്ന് ഞാനാ പറയുന്നത്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കല്യാണം ഇങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമലുവിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ത് ചെയ്യാനായിട്ട്, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പേടിച്ച് കല്യാണിയുടെ പിന്നാലെ ഇങ്ങനെ പോവാം. കല്യാണിയുടെ ഇങ്ങനെ പിന്നാലെ പോകുമ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണും അതേപോലെ തന്നെ ബൈജുവും രതീഷും ഒക്കെ കാറും കൊണ്ട് ഓടി മടുത്തു. അവനെ ഇവിടെ എങ്ങും കാണാനില്ലല്ലോ, അവൻ രക്ഷപ്പെട്ടു പോയെന്നാ തോന്നുന്നത്. അതേ കിരണളിയാ, നമ്മൾ പിന്തുടരുന്നുണ്ടെന്ന് അവന് മനസ്സിലായിട്ടുണ്ടെന്നേ. ഞാൻ പറഞ്ഞില്ലേ, ആ ബൈക്കിൽ അവനെ തന്നെയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണല്ലോ നമ്മളെ പേടിച്ചിട്ട് അവൻ പോയത്. ഇനി അവൻ ഈ പരിസരത്ത് പോലും വരില്ല. പക്ഷേ എവിടെയാണെങ്കിലും അവനെ കണ്ടെത്തണം, കല്യാണത്തിന് മുമ്പ് തന്നെ. അല്ലെങ്കിൽ കല്യാണ പന്തലിൽ വെച്ച് അവൻ എന്തെങ്കിലും ദുരന്തം ഒപ്പിക്കും കിരണളിയ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതും ശരി തന്നെയാണ്. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം അവൻ മരിച്ചെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഞാൻ പോകുന്നത്. ഇപ്പോൾ അവൻ കാട്ടിൽ ചികിത്സയെ നേടി അവിടുത്തെ മൂപ്പനെയും കൊന്നിട്ട് അവൻ വന്നിരിക്കുന്നു. ഇനി അവൻ ഇനി ജീവനോടെ പോയില്ല. അവൻ മരിച്ചെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഞാൻ ഇതിൽ നിന്ന് പിന്മാറത്തുള്ളൂ എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയണം. അപ്പം ഇവർക്ക് ഭയങ്കര ആവേശം ഇങ്ങനെ കൂടി ഇങ്ങനെ വരികയാണ്. ഇനിയിപ്പോൾ അതല്ലേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യണം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും അതേപോലെ തന്നെ അമലും കൂടി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണുകയാണ് നമ്മുടെ അമലു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന് പേടിച്ച് നിൽക്കുക. അപ്പോൾ കല്യാണി ആശ്വസിപ്പിക്കുകയാണ്. എന്തിനാ അമലു, എന്തിനിങ്ങനെ പേടിക്കുന്നത്? നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പച്ചമരുന്നൊക്കെ എടുത്ത് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും പോകാറില്ലല്ലേ, പേടിക്കണ്ടെന്നേ. ഹോസ്പിറ്റലിൽ നമുക്കൊക്കെ എല്ലാവർക്കും പോകാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ രോഗവിവരങ്ങൾ പറയും, നമുക്ക് അവർ മരുന്നെടുത്ത് തരികയും ചെയ്യും. അതിൽ കൂടുതൽ എന്താ? പിന്നെ ഇഞ്ചക്ഷൻ്റെ കാര്യമാണോ? ഇഞ്ചക്ഷൻ ഞാൻ ഏതായാലും ഡോക്ടറോട് വെക്കണ്ടെന്ന് പറയാം. എന്താ അത്രയ്ക്ക് സമാധാനമായില്ലേ? അപ്പോൾ അമലു വീണ്ടും പറയാം, എനിക്ക് പേടിയാ, എനിക്ക് ഡോക്ടറെ കാണുന്നത് പേടിയാ. ഡോക്ടറെ കാണിക്കാൻ എന്തിനിങ്ങനെ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ. ഡോക്ടറെ കാണാൻ ഒന്നും പേടിക്കണ്ട, എല്ലാവരും ഡോക്ടറെ കാണുന്നതല്ലേ അമലു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കിരണേട്ടൻ്റെ അച്ഛനും ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. തേനിൽ വിഷം ചേർത്തില്ലേ, ആ വിഷം അടിച്ച് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ നിന്നെ കാണാനായിട്ട് അവരെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അവരെയും കൂടി കണ്ടിട്ട് പോകാം. അപ്പോഴും അമലുവിന് വലിയ സന്തോഷമൊന്നുമില്ല. എന്തൊക്കെയോ പേടി ഇങ്ങനെ മനസ്സിലിങ്ങനെ കുതിച്ചു വരികയാണ്. കാരണം ഡോക്ടറെ കണ്ടാൽ അപ്പറിയും അമലു ഗർഭിണിയാണെന്ന്.
അപ്പം ആ ഒരു പേടി അമലുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കിരണേട്ടൻ്റെ അച്ഛനെയും കൂടി കണ്ടിട്ട് പോകാം. അമ്മയും ഉണ്ട്, അമ്മയ്ക്ക് നിന്നെ കാണുമെന്ന് വലിയ ആഗ്രഹം തോന്നി. നിന്റെ അച്ഛൻ മരിച്ചപ്പോഴേ ഭയങ്കരയേറെ സങ്കടമായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് ഇറങ്ങി വാ, ഇറങ്ങ അമലു എന്ന് പറയുമ്പോൾ കല്യാണം നിർബന്ധിച്ചപ്പോൾ നമ്മുടെ അമലു പേടിച്ചിങ്ങനെ ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോഴും അമലു നീ എന്തിനിങ്ങനെ പേടിച്ചു വരുന്നത്? ഇത് അത്ര വലിയ സംഭവമൊന്നും അല്ല ഈ ഹോസ്പിറ്റല്. ഹോസ്പിറ്റലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കണം. എപ്പോഴും കാട്ടുവൈദ്യം തന്നെ നോക്കിയാൽ മതിയോ? നീ അവിടെയൊക്കെ വളർന്നുകൊണ്ടാ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിന് അതൊക്കെ ഒരു പേടി തോന്നുന്നത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടർ തന്നെയാണ്, അതുകൊണ്ട് പേടിക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് അമലിനെയും കൊണ്ട് നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതാരാ വന്നിരിക്കുന്നത്? കല്യാണിയോ? വാ കയറി വാ കല്യാണി. ഇതാരാന്ന് ചോദിച്ചപ്പോഴേക്കും ഇതാണ് ഡോക്ടറെ അമലു, മൂപ്പനെ കൊന്നു പറഞ്ഞില്ലേ, ആ മൂപ്പൻ്റെ മകളാണിത് എന്ന് പറയാണ്. ഓ അങ്ങനെയാണല്ലേ, അച്ഛൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം നോർമലായിട്ടൊക്കെ തന്നെ പോവുകയാണ്. കല്യാണി പിന്നെ എന്തായി അവൻ്റെ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ ഇതുവരെ കിട്ടിയിട്ടില്ല, അവൻ എല്ലാവരിൽ നിന്നും ഒളിച്ച് നടക്കുകയാണ്. പക്ഷേ അവന് ഞങ്ങൾ താഴെ ഇറക്കും ഡോക്ടറെ. ഇപ്പോൾ അമലുവിനെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുക. അമലൂരാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പേടിക്കുന്നു. അമലുവിന് ഡോക്ടറെ കാണണ്ടായെന്നൊക്കെയാണ് എന്നോട് ഒരുപാട് വാശി പിടിച്ചത്. പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുക്കോ? ഞാൻ നിർബന്ധിച്ചിട്ട് അമലുവിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ, അല്ല എന്തിനാ കുട്ടി ഞങ്ങളെ പേടിക്കുന്നത്? ഞങ്ങളും മനുഷ്യന്മാർ തന്നെയാണേ, ഞങ്ങളെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. ഡോക്ടറും മനുഷ്യന്മാർ തന്നെയാണ്. എൻ്റെ ഡോക്ടറെ ഇത് തന്നെയാണ് ഞാൻ അമലുവിനോട് പറഞ്ഞത്, അതുകൊണ്ട് പേടിക്കണ്ട ഞങ്ങളോടൊപ്പം വരാനായിട്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, സമ്മതിക്കുന്നുമില്ല. പേടിയോട് പേടിയാണ് ഈ പെണ്ണിന്. അത് കൊള്ളാലോ. പിന്നെ ഈ ഗംഗാപ്രസാദ ഈ അമലുവിൻ്റെ അച്ഛനെ കൊന്നിട്ട് പോയത് ആ ഒരു സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും ഡോക്ടർ. ഇവള് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരി, ഞാൻ ഏതായാലും നോക്കാം. ഡോക്ടറെ ഞാൻ ഏതായാലും അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ കല്യാണം കൂടി പോയപ്പോൾ അമലുവിന് പേടിയും തോന്നുകയാണ്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ ഞാനിന്ന് കുട്ടിയെ പരിശോധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഈ അമലുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുക. അപ്പോൾ ഡോക്ടർ കണ്ണിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഡോക്ടർക്ക് ചില ഡൗട്ടുകളൊക്കെ തോന്നി. അങ്ങനെ ഡോക്ടർ BP നോക്കുക. അതും കൂടി നോക്കിയപ്പോൾ അമല് കിടന്നു ഭയങ്കര കരച്ചിൽ. ഡോക്ടറിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ദൈവമേ, സത്യങ്ങളെല്ലാം ഡോക്ടർ അറിഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഡോക്ടർ BP നോക്കിയാണ്. BP നോക്കി സ്റ്റെതസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കുകയും ചെയ്യാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർക്ക് മനസ്സിലായി നമ്മുടെ അമലു ഗർഭിണിയാണെന്ന്. അമലൂരുന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, കുട്ടിക്ക് അബദ്ധം പറ്റിയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും വീണ്ടും കരച്ചിലങ്ങോട്ട് തുടങ്ങി നമ്മുടെ അമലു. അപ്പോൾ കരയുന്നത് കഴിഞ്ഞപ്പോഴേക്കും അത് അവനാ ഡോക്ടറെ, അവൻ ആ ഗംഗാപ്രസാദ ഡോക്ടറെ എന്ന് പറയാ. എനിക്ക് മനസ്സിലായി, അവൻ കാട്ടിൽ വന്ന് എല്ലാവരെയും കയ്യിലെടുത്തു. അവൻ്റെ ഓരോ പറച്ചിലും നോട്ടവും സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ അതിൽ വീണല്ലേ മോളെ. എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം. അവനിൽ നിന്നും നിനക്ക് അബദ്ധം പറ്റിയല്ലേ. എന്ത് ചെയ്യാനാണ്, ഇത്തരത്തിലെ പോലുള്ള കാട്ടാളന്മാരുടെ വലയിലൊക്കെ നിങ്ങൾ വീഴും. കാരണം നിങ്ങൾക്ക് പഠിപ്പോ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ. അതനുസരിച്ച് നിങ്ങളെ അവർ വീഴ്ത്താൻ നോക്കും. അതേപോലെ തന്നെ ഇപ്പം വീണില്ലേ, ഇനി എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുകയാണ്. ഡോക്ടറെ, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൻ എന്നെയും ചതിച്ചു, എൻ്റെ അപ്പനെയും കൊന്നിട്ടാ അവൻ അവിടെ നിന്ന് പോയത്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയാം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഏതായാലും നിനക്ക് അബദ്ധം പറ്റിപ്പോയി. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ അബദ്ധം പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താ കുഴപ്പം? ഇപ്പം അവൻ സ്ഥലം വിട്ടില്ലേ. നമ്മൾ ചിന്തിക്കണമായിരുന്നു. ബുദ്ധിയില്ലാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിനക്ക് നല്ല രീതിയിൽ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് ഡോക്ടർ പറയാം. ഏതായാലും കല്യാണി വരട്ടെ, കല്യാണിയോട് കാര്യങ്ങളെല്ലാം പറയാം. അയ്യോ ഡോക്ടർ, മേഡത്തോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട ഡോക്ടർ. അതെന്താ പറഞ്ഞാൽ? പറയണം, പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. കല്യാണിയെ നിന്നെക്കാലം കഷ്ടതയിൽ ജീവിച്ച ഒരു പെൺകുട്ടിയാണ്. കല്യാണിയുടെ കഥ കേട്ടിട്ടുണ്ടോ? എങ്കിലേ ഒന്ന് ചോദിച്ചു നോക്കണം. അവള് ഒരുപാട് കഷ്ടതയിൽ വളർന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു. പിന്നെ ഈ നിലയിലായ കഥയും എല്ലാ കഥയും
കല്യാണിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് തന്നെ പറയും. അതുകൊണ്ട് നിന്റെ സങ്കടം എന്താണെന്ന് അവളോട് പറഞ്ഞാൽ മതി. അവൾക്കത് മനസ്സിലാകുകയും ചെയ്യും. അവൾ നിന്നെ സഹായിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നും ഡോക്ടർ പറയാണ്. ഡോക്ടറിന്റെ ആ ഒരു തീരുമാനത്തിൽ നമ്മളെ അമല് വിറച്ചു നിൽക്കുക. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.